ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല. ദേവസ്വം ബോർഡിന്റെ കഴിഞ്ഞ ഭരണസമിതികളിൽ ഇരുന്നിട്ടുള്ള ആരും ഇതറിഞ്ഞില്ല. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്വർണം ഒരാൾ വന്ന് ശബരിമലയിൽ വന്ന് ഇത് സ്വർണം പൂശാം എന്നൊക്കെ പറഞ്ഞ് ദ്വാരപാലക വിഗ്രഹത്തിൻ്റെ ഇതും പടിക്കെട്ടും അതുപോലെ വാതിലുമൊക്കെ കൊണ്ടുപോകുന്നു, വഴിനീളെ നടന്ന് പൂജ നടത്തുന്നു, ജയറാമിനെ പോലുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച് പ്രചാരണ വിഷയമാക്കി ഈ വലിയ ആഘോഷമാക്കി ഒക്കെ കൊണ്ടു നടന്നൊരു വലിയ തട്ടിപ്പ് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, നമുക്കറിയാം ഈ ശബരിമലയിൽ ഒരുപാട് ആളുകളുണ്ട്. ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അതല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ വലിയ സമ്പന്നന്മാരാണ്. ശബരിമലയിൽ വരുന്ന പല ഭക്തന്മാരും ഇവരെയൊക്കെ തന്നെ പ്രത്യേകം കാറ്റർ ചെയ്ത് കോടീശ്വരന്മാരായ ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിൽ സമീപകാലത്ത് ഒരാൾ അറസ്റ്റിലായിരുന്നു. അവിടുത്തെ ഒരു സാധാരണ ജീവനക്കാരനാണ്. 100 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പിന്നീട് കണ്ടെത്തിയത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തീർച്ചയായും ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളുടെയും പരാജയം തന്നെയാണ്.